प्यारे बच्चों आदाब आप कैसे हैं ठीक है ना നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് ഞാൻ ആകാംക്ഷ കാണുന്നുണ്ട്. ആരാണ് ഈ പുതിയ ആൾ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. എൻ്റെ പേര് റൌഫ്. ഞാൻ ഉറുദു പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. +1 പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടാൻ വേണ്ടിയിട്ട് ഉറുദുവിൽ നല്ല മാർക്കോട് കൂടി പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് വാങ്ങാൻ പറ്റുന്ന, നല്ല സ്കോർ വാങ്ങാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് ഉറുദു. അതുകൊണ്ട് തന്നെ ഉറുദുവിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഒരു നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. ശേഷം PDF നോട്ട് ക്ലാസ്സിന് ശേഷം നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ലഭിക്കും, ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. ഇത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല മാർക്കോട് കൂടിയിട്ട് നിങ്ങൾക്ക് +1 പാസ്സാവാൻ പറ്റും. നമുക്ക് നോക്കാം, കൂടുതലൊന്നും ദീർഘിപ്പിക്കാതെ എന്തെല്ലാമാണ് +1 പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. 5 മാർക്കിനും 4 മാർക്കിനും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കാര്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് എഴുതി വെക്കുക. നമുക്കറിയാം, ആദ്യത്തെ നമ്മുടെ ചാപ്റ്റർ ഉറുദു +1 ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് ആപ്കാ പ്യാര ഗാന്ധി എന്നുള്ളതാണ്. ആപ്കാ പ്യാര ഗാന്ധി എന്താണ്? ഒരു കത്താണ് അല്ലേ? ഒരു കത്താണ് ആപ്കാ പ്യാര ഗാന്ധി. ആർക്ക് എഴുതുന്ന കത്താണത്? നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിജി ജയിലിൽ വെച്ചിട്ട് ആർക്ക് എഴുതുന്ന കത്താണ്? സെഹ്റക്ക് എഴുതുന്ന കത്തിലെ ഉറുദുവിൽ എഴുതിയിട്ടുള്ള ആ കത്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? ആ കത്തിൽ നിന്നും ആ ചാപ്റ്ററിൽ നിന്നും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. നമ്മൾ കൂടുതലൊന്നും ദീർഘിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാണ്. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് ഗാന്ധി എന്നുള്ള ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഈ ഒരു നോട്ട് കൃത്യമായിട്ട് എഴുതി വെക്കുക. എന്താണ്? കഴിഞ്ഞ പ്രാവശ്യവും അതിൻ്റെ മുമ്പിലെ പ്രാവശ്യവും ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഗാന്ധി കെ ബാരെ മേം ഹമാരെ ബാബായെ കൗം ഗാന്ധി കെ ബാരെ മേം ആപ്കോ ക്യാ ക്യാ ജാൻതേ ഹെ? ഗാന്ധിജിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം? ഏക് നോട്ട് തയ്യാർ കീജിയെ, ഒരു നോട്ട് തയ്യാറാക്കുക. ഇങ്ങനെയുള്ള ചോദ്യം ആവർത്തിച്ച് ഉറുദുവിൽ വരുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഒരു സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഗാന്ധിജിയെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാണ്. എല്ലാവരും പറഞ്ഞ പോലെ കറക്റ്റായിട്ട് എഴുതി വെക്കുക. ഗാന്ധിജി, ഹെഡിങ് ഗാന്ധിജി. ഗാന്ധിജി എന്ന് പറഞ്ഞാൽ ആരാണ്? ഹമാരെ ബാബായെ കൗം ഹെ അല്ലേ? നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. ഗാന്ധിജിയെ കുറിച്ചുള്ള ഒരു നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പെഹല പോയിന്റ്, ഗാന്ധിജി കാ അസലി നാം മോഹൻദാസ് ഥാ. ഗാന്ധിജി കാ അസലി നാം മോഹൻദാസ് ഥാ. ഗാന്ധിജിയുടെ അസലി നാം ക്യാ ഹെ? യഥാർത്ഥ പേര് മോഹൻദാസ് എന്നുള്ളതാണ്. ഗാന്ധിജിയുടെ യഥാർത്ഥ പേരെന്താണ്? മോഹൻദാസ് എന്നുള്ളതാണ്. മോഹൻദാസ് എന്നാണ് ഗാന്ധിജിയുടെ യഥാർത്ഥ പേര്. എങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതാം? ഗാന്ധിജി കാ അസലി നാം മോഹൻദാസ് ഥാ. മോഹൻദാസ് ഥാ. ഗാന്ധിജിയുടെ യഥാർത്ഥ പേര് മോഹൻദാസ് എന്നുള്ളതാണ്. വാലിദ് കാ നാം കരംചന്ദ് ഥാ. പിതാവിന്റെ പേര്, വാലിദ് എന്ന് പറഞ്ഞാൽ ആരാണ്? പിതാവ്. വാലിദ എന്ന് പറഞ്ഞാൽ ഉമ്മ, മാതാവ്. അപ്പം വാലിദ് കാ നാം, ഗാന്ധിജിയുടെ അച്ഛന്റെ പേര് കരംചന്ദ് ഥാ. കരംചന്ദ് എന്നായിരുന്നു. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് 2 പോയിന്റ് കിട്ടില്ലേ? ഗാന്ധിജി കാ അസലി നാം മോഹൻദാസ് ഥാ, വാലിദ് കാ നാം കരംചന്ദ് ഥാ അല്ലേ? ഗാന്ധിജിയുടെ യഥാർത്ഥ പേര് മോഹൻദാസ് എന്നായിരുന്നു, പിതാവിന്റെ പേര് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു അല്ലേ? അടുത്ത പോയിന്റ്, അഗല പോയിന്റ്, ആപ് ഗുജറാത്ത് കെ ഗാവ് പോർബന്ദർ മേ പൈദാ ഹുവേ. ആപ്, അദ്ദേഹം, നമ്മൾ ബഹുമാനത്തോടെ പറയുന്നതാണ് ഗാന്ധിജി. അദ്ദേഹം എന്താണ്? ഗുജറാത്തിലെ ഗ്രാമമായിട്ടുള്ള പോർബന്ദറിലാണ് പൈദാ ഹുവേ, ജനിച്ചത്. എങ്ങനെ എഴുതുക? ആപ് ഗുജറാത്ത് കെ ഗാവ് പോർബന്ദർ മേ പൈദാ ഹുവേ. അദ്ദേഹം ഗുജറാത്തിലെ ഗ്രാമമായിട്ടുള്ള പോർബന്ദറിലാണ് ജനിച്ചത്. അടുത്ത പോയിന്റ്, ലോഗ് ആപ്കോ प्यार से बापूजी के नाम से याद करते हैं. ലോഗ് ആപ്കോ, ലോഗ് ജനങ്ങൾ അദ്ദേഹത്തെ പ്യാർ സെ,
വളരെ സ്നേഹത്തോട് കൂടിയിട്ട് എന്താ വിളിച്ചിരുന്നത്? ബാപ്പുജി കെ നാം സെ യാദ് കർത്തേ ഥേ. ബാപ്പുജി എന്നുള്ള പേരിലായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അപ്പോ മൂന്നാമത്തെ പോയിന്റ്, ലോഗ് ആപ് കോ പ്യാർ സെ ബാപ്പുജി കെ നാം സെ യാദ് കർത്തേ ഹേ. ജനങ്ങൾ അദ്ദേഹത്തെ ബാപ്പുജി എന്നുള്ള പേരിലായിരുന്നു സ്നേഹത്തോട് കൂടിയിട്ട് എന്ത് ചെയ്തിരുന്നത്? വിളിച്ചിരുന്നത്. 3 പോയിന്റ് നമ്മൾ പഠിച്ചു. നാലാമത്തെ പോയിന്റ്, ഉനോനെ അംഗ്രേസോं के खिलाफ आजादी के तहरीक में बढ़-चढ़कर हिस्सा लिया. നമുക്കറിയാം ആരാണ് ഗാന്ധിജി? ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെ, ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള ഒരു സ്വതന്ത്ര സമര സേനാനി കൂടിയാണ് ആര്? ഗാന്ധിജി. അതാണ് അടുത്ത പോയിന്റ്. ഉനോനെ അദ്ദേഹം അംഗ്രേസോं के खिलाफ, അംഗ്രേസോं कौन है? ബ്രിട്ടീഷുകാർക്കെതിരെ ആസാദി കെ തഹ്രീക് മേം, ആസാദി കെ തഹ്രീക് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിനാണ് എന്ത് പറയാ? ആസാദി കെ സ്വാതന്ത്ര്യ സമരം. അപ്പൊ സ്വാതന്ത്ര്യ സമരത്തില് ബ്രിട്ടീഷുകാർക്കെതിരെ ബടിച്ചടുക്കർ ഹിസാലിയ, വളരെ എന്താ പറയാ, വളരെ നല്ല രീതിയിൽ പങ്കെടുത്ത ഭാഗമായിട്ടുള്ള ഒരാൾ കൂടിയാണ് ഗാന്ധിജി. 4 പോയിന്റ് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാ പഠിച്ചത്? ആദ്യം പറഞ്ഞു ഗാന്ധിജിയുടെ അസ്ലി നാം മോഹൻദാസ് എന്നാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് കരംചന്ദ് എന്നാണ്. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? ആ ഗുജറാത്ത് കെ ഗാവ്, ഗുജറാത്തിലുള്ള ഒരു ഗ്രാമമായിട്ടുള്ള പോർബന്തറിലാണ് ആര് ജനിച്ചത്? മഹാത്മാഗാന്ധിജി ജനിച്ചത് എന്ന് പറഞ്ഞു. മൂന്നാമത്തെ പോയിന്റ്, അദ്ദേഹത്തെ പ്യാർ സെ, സ്നേഹത്തോട് കൂടിയിട്ട് ബാപ്പുജി കെ നാം സെ യാദ് കർത്തേ ഹേ, ബാപ്പുജി എന്നുള്ള പേരിലാണ് എന്ത് ചെയ്തിരുന്നത്? വിളിച്ചിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. നാലാമത്തെ പോയിന്റ്, ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യ സമരത്തില് വളരെ വലിയ പങ്ക് വഹിച്ച ഒരാൾ കൂടിയാണ് ആര്? നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാ ഗാന്ധിജി എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ അല്ലേ? വളരെ ലളിതമായിട്ട് എഴുതാൻ പറ്റുന്ന നോട്ട്സ് ആണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് എക്സാമിന് നല്ല രീതിയിൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത പോയിന്റ് നോക്കാം. അഗലാ പോയിന്റ് ദേഖിയേ, ഗാന്ധിജിനെ സാദാ ജിന്ദഗി ബസർ കി. നമുക്കറിയാം ഗാന്ധിജി വളരെ ആർഭാടപൂർവ്വമാണോ ജീവിച്ചിരുന്നത്? അല്ല അല്ലെ, വളരെ സാദാ ജിന്ദഗി നമ്മൾ മലയാളത്തിൽ തന്നെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് സാദാ എന്ന് പറഞ്ഞാൽ സാധാരണ. അപ്പൊ എന്താണ്? വളരെ ലളിതമായിട്ടുള്ള ജീവിതമായിരുന്നു ബസർക്കി ജീവിച്ചിരുന്നത്. സാദാ ജിന്ദഗി ബസർക്കി, വളരെ ലളിതമായിട്ട് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ആര്? ഗാന്ധിജി. അപ്പൊ ഗാന്ധിജിയെ കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു പോയിന്റ്, ഗാന്ധിജീനെ സാദാ ജിന്ദഗി ബസർക്കി, ഗാന്ധിജി വളരെ ലളിതമായിട്ടുള്ള ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. വോ ബഹുത് ഇൻസാൻ ദോസ്ത് ലീഡർ ഥേ. അദ്ദേഹം എന്തായിരുന്നു? എല്ലാവർക്കും ഇൻസാൻ ദോസ്ത് വളരെ എന്താ പറയാ, സൗഹൃദപരമായിട്ടുള്ള, വളരെ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു ലീഡർ കൂടിയായിരുന്നു അദ്ദേഹം. ഒരു നേതാവ് ഒരു ആളുകളോട് നല്ല രീതിയിൽ ഇടപഴകുക എന്നുള്ളത് ഒരു ലീഡറിന്റെ ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി ആർക്കുണ്ടായിരുന്നു? നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. അതാണ് പറയുന്നത് വോ ബഹുത് ഇൻസാൻ ദോസ്ത് ലീഡർ ഥേ. അദ്ദേഹം എന്തായിരുന്നു? ആളുകളോടൊക്കെ നല്ല രീതിയിൽ ഇടപഴകുന്ന ഒരു ലീഡർ കൂടിയായിരുന്നു. ദോസ്തായിട്ടുള്ള, ഇൻസാൻ ദോസ്തി ആയിട്ടുള്ള ഏക് ലീഡർ ഥ, ഒരു ലീഡർ കൂടിയായിരുന്നു അദ്ദേഹം. അഗലാ പോയിന്റ്, ഗാന്ധിജി കോ ഉറുദു പഠിനെ കാ ഖാസ് ഷൗക്ക് താ. നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഗാന്ധിജിക്ക് ഉറുദു പഠിക്കാനുള്ള ഖാസ് ഷൗക്ക് താ, വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു ഷൗക്ക് ഉണ്ടായിരുന്നു, താല്പര്യം ഉണ്ടായിരുന്നു. ഷൗക്ക് കാ മായന ക്യാ ഹേ? താല്പര്യം. മലയാളത്തിൽ ഷൗക്കിന് എന്താ പറയാ? താല്പര്യം. അപ്പം ഗാന്ധിജിക്ക് ഉറുദു പഠിക്കാനുള്ള ഒരു താല്പര്യം കൂടിയുള്ള ഒരാളായിരുന്നു ഗാന്ധിജി. അതിനു വേണ്ടിയിട്ടാണ് സെഹ്റക്കാര് കത്തെഴുതിയിട്ടുള്ളത്, നമ്മുടെ ഗാന്ധിജി കത്തെഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഗാന്ധിജിയെ കുറിച്ച് എന്ത് തയ്യാറാക്കാൻ പറ്റും? ഒരു നോട്ട് തയ്യാറാക്കാൻ പറ്റും. ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഗാന്ധിജിയെ കുറിച്ച് നോട്ട് തയ്യാറാക്കുക. ഇങ്ങനെ ഒരു ചോദ്യം കണ്ടാൽ ആരും പതറരുത്. വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു നോട്ട് തയ്യാറാക്കി നിങ്ങൾ പഠിക്കുക, എഴുതിയിട്ട് തന്നെ പഠിക്കുക. കൃത്യമായിട്ട് ആശങ്കയില്ലാതെ എക്സാമിന് എഴുതി വെക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ആവർത്തിച്ച് ചോദിക്കുന്ന അടുത്ത ചോദ്യം. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നത് ഉറുദുവിലെ മഷ്ഹൂർ ആയിട്ടുള്ള പാട്ടുകാരൻ ഗുലാം അലി ഇന്ത്യയിലേക്ക് വരികയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് കാണാൻ അവസരം ലഭിച്ചാൽ എന്തെല്ലാം ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും?
ആളുകൾ മാറി വരാറുണ്ട്. ഒരു പ്രാവശ്യം ഗുലാം അലിയെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ചിലപ്പോൾ പങ്കജ് ദാസിനെ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആരോ ആയിക്കോട്ടെ, ഏത് വലിയ മനുഷ്യനായിക്കോട്ടെ, എല്ലാവരോടും ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആരാണെന്നൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, കൂടുതൽ വലിയ ആളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോട് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ, അതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. എന്താണെങ്കിലും ഇത് പഠിച്ചു വെച്ചാൽ 5 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് പഠിക്കുക. സവാലാത്ത്, സവാലാത്ത് എന്ന് പറഞ്ഞാൽ ചോദ്യം. സവാൽ ചോദ്യം, സവാലാത്ത് ചോദ്യം, സവാലിന്റെ ജം ആണ് സവാലാത്ത്. എന്താ അർത്ഥം? ചോദ്യങ്ങൾ. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാ വലിയ ആളുകളോടും നമുക്ക് ഒരു അഭിമുഖം നടത്തുമ്പോൾ, ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. സവാലാത്ത്, ചോദ്യങ്ങൾ. ആപ്കി ഉസ് അസീം കാമിയാബി കാ റാസ് ക്യാ ഹെ? നമ്മൾ ഒരാളെ ഇന്റർവ്യൂ ചെയ്യാണ്, ഒരു പ്രധാനപ്പെട്ട ജീവിതത്തിൽ വിജയിച്ച അല്ലെങ്കിൽ ജീവിതത്തിൽ മാതൃകയാക്കാൻ പറ്റിയിട്ടുള്ള ഒരാളെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ് ആപ്കി ഉസ് അസീം കാമിയാബി കാ. ആപ്കി നിങ്ങളുടെ, താങ്കളുടെ, ഇസ് അസീം കാമിയാബി കാ, ഇസ് അസീം കാമിയാബി കാ. അസീം കാമിയാബി ക്യാ ഹെ? ഈ വലിയ വിജയത്തിന്റെ, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഈ വിജയത്തിന്റെ റാസ് ക്യാ ഹെ? റാസ്, രഹസ്യം എന്താണ്? നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം എന്താണ്? അല്ലേ? നമ്മൾ സാധാരണ വലിയ ആളുകളോടൊക്കെ ചോദിക്കുന്നതാണ്, എന്താണ് നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം, അല്ലേ? അതുപോലെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന, ഉറുദുവിൽ എങ്ങനെയാണ് അത് ചോദിക്കുക? ആപ്കി ഇസ് അസീം കാമിയാബി കാ റാസ് ക്യാ ഹെ? നിങ്ങളുടെ ഈ വളരെ വലിയ വിജയത്തിന്റെ റാസ് ക്യാ ഹെ? രഹസ്യം എന്താണ്? ഒരു ചോദ്യം. ആരോ ആയിക്കോട്ടെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത്, അവരോടൊക്കെ ചോദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ് ആപ്കി ഇസ് അസീം കാമിയാബി കാ റാസ് ക്യാ ഹെ? എന്താണ് നിങ്ങളുടെ ഈ വിജയത്തിന്റെ രഹസ്യം എന്നുള്ളത്? വളരെ സിമ്പിൾ അല്ലേ? അടുത്ത പോയിന്റ്, ഹം ബച്ചോം കെ ലിയേ ആപ് ക്യാ നസീഹത്ത് ദേനാ ചാഹത്തെ ഹെ? വളരെ നല്ലൊരു പോയിന്റ് ആണ്. ഹം ബച്ചോം കെ ലിയേ, ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിക്കാണ്, ഹം ബച്ചോം കെ ലിയേ, ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ആപ് ക്യാ നസീഹത്ത് ദേനാ ചാഹത്തെ ഹെ? നിങ്ങൾ എന്ത് ഉപദേശമാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? നസീഹത്ത് എന്ന് പറഞ്ഞാൽ ഉപദേശം. ഉപദേശം, ഉപദേശം. അപ്പം ഉപദേശത്തിനാണ് എന്ത് പറയാ? ഇത് പറയാ നസീഹത്ത് എന്ന് പറയാം. അപ്പോ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം നസീഹത്തുകളാണ്, ഉപദേശങ്ങളാണ് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. അഗല പോയിന്റ്, അടുത്ത പോയിന്റ് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന അടുത്തൊരു ചോദ്യമാണ്, അബ് ആപ് ക്യാ ക്യാ ഖിദ്മത്ത് അഞ്ചാം കർണ ചാഹത്തെ ഹെ? അബ്, ഇപ്പോൾ, ആപ് ക്യാ ക്യാ ഖിദ്മത്ത്, നിങ്ങൾ എന്തെല്ലാം സേവനങ്ങളാണ് അഞ്ചാം കർണ ചാഹത്തെ ഹെ, നൽകാൻ, എന്തൊക്കെ സേവനങ്ങളാണ് നിങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്? നമുക്ക് ചോദിക്കാം അല്ലേ? ഒരാൾ ഉയർന്നൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കാം, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കാം. അതെങ്ങനെയാണ് ഉറുദുവിൽ ചോദിക്കുക? അബ് ആപ് ക്യാ ക്യാ ഖിദ്മത്ത് അഞ്ചാം കർണ ചാഹത്തെ ഹെ? എന്തെല്ലാം ഖിദ്മാത്തുകളാണ്, സേവനങ്ങളാണ്. ഖിദ്മാത്ത് കാ മാന ക്യാ ഹെ? സേവനങ്ങൾ. എന്തെല്ലാം സേവനങ്ങളാണ് നിങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്, എല്ലാവരോടും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അടുത്ത പോയിന്റ് എന്താ? ആപ്ക അഗല മഖ്സദ് ക്യാ ഹെ? വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ചെറിയ പോയിന്റ് ആണ്. ആപ്ക അഗല മഖ്സദ്, നിങ്ങളുടെ അടുത്ത ലക്ഷ്യം. മഖ്സദ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്നാണ് അർത്ഥം. മഖ്സദിന്റെ അർത്ഥം എന്താണ്? ലക്ഷ്യം. ആപ്ക അഗല മഖ്സദ് ക്യാ ഹെ? നിങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്താണ്? എല്ലാവർക്കും എത്ര ഉന്നതിയിൽ എത്തിക്കഴിഞ്ഞാലും അടുത്ത ഒരു ലക്ഷ്യമുണ്ടാവും, ഒരു ടാർഗറ്റ് ഉണ്ടാവും. അപ്പം ചോദിക്കാണ്, ആപ്ക അഗല മഖ്സദ് ക്യാ ഹെ? എന്താണ് നിങ്ങളുടെ അടുത്ത ലക്ഷ്യം? പിന്നെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്, ആപ്ക ഉസ്താദ് കോൻ ഹെ? നിങ്ങളെ ആരാണ് ഈ ഉന്നതിയിലെത്തിച്ച ഉസ്താദ്? അല്ലേ? എല്ലാവരുടെയും വിജയത്തിന്റെ പിന്നിൽ ഒരു അധ്യാപകൻ ഉണ്ടായിരിക്കും.
നല്ലൊരു അധ്യാപകൻ ഉണ്ടായിരിക്കും. നമുക്ക് ഏത് ഉയർന്ന ആളോടും ധൈര്യപൂർവ്വം ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആപ്ക ഉസ്താദ് കോൻ ഹെ, നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഉസ്താദ് ആരാണ്? ഈ ചോദ്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സാധാരണ രീതിയിൽ 4 ചോദ്യമാണ് തയ്യാറാക്കാൻ വേണ്ടി പറയാറുള്ളത്. ഇത് പഠിച്ചു വെച്ചാൽ ആ 4 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്തെല്ലാമാണ് നമ്മൾ ചോദിച്ചത്? ആദ്യത്തെ പോയിന്റിലൂടെ നമ്മൾ ചോദിച്ചു നിങ്ങളുടെ ഈ വിജയത്തിന്റെ അസീം കാമിയാബി കാ റാസ് ക്യാ ഹെ, അല്ലേ? എന്താണ് ഈ വിജയത്തിന്റെ രഹസ്യം? അടുത്തതായിട്ട് നമ്മൾ ചോദിച്ചു കുട്ടികളായ ഞങ്ങൾക്ക് എന്തെല്ലാം നസീഹത്തുകളാണ്, എന്തെല്ലാം ഉപദേശങ്ങളാണ് നിങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നത്, അല്ലേ? അടുത്തതായിട്ട് നമ്മൾ ചോദിച്ചു സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം ഖിദ്മാത്തുകളാണ്, എന്തെല്ലാം ഖിദ്മാത്ത് അഞ്ചാം കർണ ചാഹത്തെ ഹെ, എന്തെല്ലാം സേവനങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അടുത്തത് ചോദിച്ചു ആപ്ക അഗല മഖ്സദ്, നിങ്ങളുടെ അടുത്ത മഖ്സദ് എന്താണ്, ലക്ഷ്യം എന്താണ്? അടുത്തത് നമ്മൾ ചോദിച്ചു ആപ്ക ഉസ്താദ് കോൻ ഹെ, നിങ്ങളുടെ അധ്യാപകൻ ആരാണ്? ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ എന്തായാലും ഉറുദുവിലെ 5 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതി തന്നെ പഠിക്കുക. അടുത്ത പോയിന്റിലേക്ക് പോകാം, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഉറുദുവിൽ നിന്നും വരുന്ന അടുത്ത ചോദ്യമാണ് ഗസലിനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കുക എന്നുള്ളത്, അല്ലേ? നമ്മൾ ഗസൽ പഠിച്ചതാണ്, ഗാലിബിന്റെ ഗസൽ നമ്മൾ പഠിച്ചതാണ്, നാസിർ കാസിമിയുടെ ഗസൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കും ഗസലിനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഗസൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഉറുദുവിൻ്റെ അഭിമാനമായിട്ടുള്ള ഒരു സിൻഫാണ്, ഒരു സാഹിത്യ ശാഖയാണ് എന്ത്, ഗസൽ എന്നുള്ളത്. അപ്പോൾ ഗസലിനെ കുറിച്ച് നല്ല ധാരണ ഉറുദു പഠിക്കുന്ന ഒരു കുട്ടിക്ക്, ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഗസലിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആരും എന്ത് ചെയ്യരുത്, ആ ചോദ്യം സ്കിപ്പ് ചെയ്യരുത്, കറക്റ്റായിട്ട് ആൻസർ ചെയ്യണം. നമ്മൾ ഗസലിനെ കുറിച്ച് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഗസലിനെ കുറിച്ച് എന്താണ്? ഗസൽ ഉർദു ഷാഇരി की एक खास सिनफ है, ഗസൽ ഉർദു ഷാഇരി की एक खास सिनफ है. ഗസൽ ഉർദു ഷാഇരിയിലെ, ഗസൽ ഉർദു കവിതയിലെ ഒരു പദ്യരൂപമാണെന്ത്, ഗസലി എന്നുള്ളത്. ഷാഇരി കവിത, ഉറുദു കവിതയിലെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ശാഖയാണ്, ഒരു സാഹിത്യ ശാഖയാണെന്ത്, ഗസലി എന്നുള്ളത്. അപ്പോൾ ഗസൽ ഉർദു ഷാഇരിക്ക്, ഉറുദു ഷാഇരിയിലെ ഏക ഖാസ് സിൻഫ് ഹെ, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ശാഖയാണ്. ഖാസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായത് എന്നാണ് അർത്ഥം. ഖാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രത്യേകമായത്. ഖുസൂസിയത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകതകൾ. അപ്പം ഏക ഖാസ് സിൻഫ് ഹെ, ഗസലി എന്ന് വെച്ചാൽ ഉറുദു ഷാഇരിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ശാഖയാണ് ഗസൽ. ഗസൽ ഉറുദു ഷാഇരിക്ക് ആബ്രൂ ഹെ, ആബ്രൂ ഹെ. നല്ലൊരു പോയിന്റ് ആണ് ഇത്. നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ കണ്ടു കഴിഞ്ഞാൽ വാല്യുവേഷൻ ചെയ്യുന്ന ആളുകൾ കരുതും ഈ കുട്ടിക്ക് എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഉറുദു അറിയാം എന്ന് മനസ്സിലാക്കും. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെയുള്ള പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ട് പഠിക്കുക. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഗസൽ ഉറുദു ഷാഇരിക്ക് ആബ്രൂ ഹെ. ഗസൽ എന്താണ്, ഉറുദു ഷാഇരിയുടെ, ഉറുദു കവിതയുടെ ആബ്രു ആണ്. ആബ്രു പറഞ്ഞാൽ എന്താ, അഭിമാനം. ഉറുദു ഷാഇരിയുടെ അഭിമാനമായിട്ടുള്ള ഒരു സാഹിത്യ ശാഖയാണെന്ത്, ഗസലി എന്ന് പറയുന്നത്. കൃത്യമായിട്ട് എഴുതി വെക്കാൻ പറ്റൂലേ? കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഗസൽ ഉറുദു ഷാഇരിക്ക് ആബ്രൂ ഹെ, ഗസൽ ഉറുദു ഷാഇരിയുടെ അഭിമാനമാണ്, ആബ്രൂ ഹെ. ഗസൽ ഉറുദു ഷാഇരിക്ക് ആബ്രൂ ഹെ. അഗല പോയിന്റ് ഗസൽ ഇഷ്ക് കി കഹാനി ഹെ. ഗസലിൽ എന്താണ് ചർച്ച ചെയ്യുക? ഇഷ്കാണ് ചർച്ച ചെയ്യുക. ഇഷ്കാണ് ഗസലിന്റെ മൗസൂ. മൗസൂ എന്ന് പറഞ്ഞ വിഷയം എന്നാണ് അർത്ഥം. അങ്ങനെയും എഴുതട്ടോ. ഗസൽ കാ മൗസൂ ഇഷ്ക് ഹെ. ഗസലിന്റെ വിഷയം ഇഷ്കാണ് എന്നും നമുക്ക് എഴുതി വെക്കാം. ഗസൽ ഇഷ്ക് കി കഹാനി ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസൽ ഇഷ്കിനെ കുറിച്ചുള്ള കഥയാണ്. അതായത് പ്രണയത്തെ കുറിച്ചാണ് എന്തിൽ എഴുതുക, ഗസലിൽ എഴുതുക. ഗസൽ എഴുതുന്ന കവികൾ എന്തിനെ കുറിച്ചിട്ടാണ് എഴുതുക? ഗസലിൽ പ്രണയത്തിനെ കുറിച്ചും കാമുകിയെ കുറിച്ചൊക്കെ ഭംഗിയായിട്ട് എഴുതുന്ന ശാഖയാണ് ഗസൽ. അപ്പൊ പറയാണ് ഗസൽ ഇഷ്ക് കി കഹാനി ഹെ. ഗസൽ എന്ന് വെച്ചാൽ പ്രണയത്തിന്റെ കഥയാണ്, പ്രണയമാണ് ഗസലിന്റെ മൗസൂ, വിഷയം. അഗല പോയിന്റ് ഗസൽ കെ പെഹലെ ഷിർ കോ മത്ല കഹ്തേ ഹേ. ഇതെന്താണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ വേണം. വൺ വേർഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലും ഈ ചോദ്യം കാണാറുണ്ട്. ഗസൽ കെ പെഹലെ ഷിർ കോ, ഗസലിന്റെ ആദ്യത്തെ വരിക്ക് എന്താ പറയാ? മത്ല കഹ്തേ ഹേ. മത്ല എന്നാണ് പറയാ. ഒരു ഗസൽ എഴുതുമ്പോൾ ഗസലിന് കൃത്യമായിട്ടുള്ള ഒരു രേഖ ഉണ്ട്, കൃത്യമായിട്ട് ഒരു നിയമമുണ്ട്. ഗസലിന്റെ ആദ്യത്തെ വരിക്ക്, ഒരു ഗസൽ എഴുതുന്ന ഷാഇർ എഴുതുന്ന ആദ്യത്തെ വരിക്ക് പറയുന്ന പേരാണ് മത്ല. മത്ല. അപ്പം
അത് ഒബ്ജക്റ്റീവ് ടൈപ്പിലും ചോദിക്കാറുണ്ട്. ഗസൽ കാ പെഹലാ ഷേർ കോ ക്യാ കഹത്തെ ഹെ, ഗസലിന്റെ ആദ്യത്തെ വരിക്ക് എന്താണ് പറയാ എന്ന് ചോദിക്കും. എന്താ പറയാ? മത്ലഅ കഹത്തെ ഹെ, മത്ലഅ എന്നാണ് പറയാ. ഗസൽ കെ പെഹലെ ഷേർ കോ, ഗസലിന്റെ ആദ്യത്തെ വരിക്ക് മത്ലഅ കഹത്തെ ഹെ, മത്ലഅ എന്നാണ് പറയാ. ഇനി അങ്ങനെയാണെങ്കിൽ അവസാനത്തെ വരിക്കോ? അതാണ് അടുത്ത പോയിന്റ്. ഗസൽ കെ ആഖിരി ഷേർ കോ മഖ്തഅ കഹത്തെ ഹേ, ഗസലിന്റെ അവസാനത്തെ വരിക്ക് എന്ത് പറയും? മഖ്തഅ എന്ന് പറയും. അപ്പം ആദ്യത്തെ വരിക്ക് മത്ലഅ എന്ന് പറയും, അവസാനത്തെ വരിക്ക് മഖ്തഅ എന്നും പറയും. ഈ രണ്ട് പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ പോയിന്റ് ഗസലിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതി വെക്കും വേണം. ഗസൽ കെ പെഹലെ ഷേർ കോ മത്ലഅ കഹത്തെ ഹേ, ഗസൽ കെ ആഖിരി ഷേർ കോ, ആഖിരി എന്ന് പറഞ്ഞാൽ അവസാനം, പെഹലെ എന്ന് പറഞ്ഞാൽ ആദ്യം, ആഖിരി ഷേർ കോ അവസാനത്തെ വരിക്ക് എന്ത് പറയും? മഖ്തഅ കഹത്തെ ഹെ, മഖ്തഅ എന്ന് പറയും. അല്ലേ? നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അടുത്ത പോയിന്റ്, അഗല പോയിന്റ് देखिए, ഗസൽ के आखिरी शेर में शायर का नाम होते हैं, शायर का नाम होते हैं. ഇതൊരു പോയിന്റ് ആണ്. ഗസലിന്റെ അവസാനത്തെ വരിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതായത് മഖ്തഅന്. അല്ലേ? നമ്മൾ പറഞ്ഞു ഗസലിന്റെ അവസാനത്തെ വരിക്ക് എന്താ പറയാ? മഖ്തഅ എന്നാണ് പറയാ. അല്ലേ? ആ മഖ്തഅന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് പ്രത്യേകത? ഈ ഷേറുമേ, ആ വരിയിൽ ഷായിർ കാ നാം ഹോത്തേ ഹെ, ഷായിറിന്റെ പേര് എഴുതുന്നുണ്ടാവും. ഉദാഹരണത്തിന് വാലിബാണ് ഗസൽ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ വാലിബിന്റെ ഗസലിന്റെ അവസാനത്തെ വരി, അതായത് മഖ്തഅയിൽ എന്തുണ്ടാവും? വാലിബ് എന്നുള്ള തഖല്ലുസ്, പെന്നെയും തഖല്ലുസ് എന്നാണ് പറയാ. തഖല്ലുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തഖല്ലുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്നെയും. അപ്പം എഴുതാൻ ഉപയോഗിക്കുന്ന തൂലികാ നാമത്തിനാണ് തഖല്ലുസ് എന്ന് പറയാം. അപ്പം ഗസൽ എഴുതുന്ന അവസാനത്തെ വരിയിൽ എന്ത് ചെയ്യും? ഷായിർ തന്റെ പേരെഴുതും, അതായത് തഖല്ലുസ് ഉപയോഗിക്കും. അതും ഒരു പോയിന്റ് ആണ്. അടുത്ത പോയിന്റ്, ഗാലിബ്, മീർ, മുഅ്മിൻ വഗൈറ മഷ്ഹൂർ ഗസൽ ഗോ ഷായിർ ഹേ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഒബ്ജക്റ്റീവ് ടൈപ്പിൽ വരാറുള്ള ഒരു ചോദ്യമാണ് ഈ ചോദ്യവും. ഗസൽ എഴുതുന്ന പ്രധാനപ്പെട്ട ഷായിറുകൾ ആരൊക്കെയാണ്? ഗാലിബ്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് പഠിക്കാനുള്ളതാണ് ഗാലിബിന്റെ എന്ത്? ഗസൽ. അല്ലേ? അപ്പൊ ഗാലിബ് ഗസൽ എഴുതുന്ന ഒരു പ്രധാനപ്പെട്ട ഷായിറാണ്. പിന്നെയോ മീറിന്റെ ഫുൾ നെയിം മീർ തഖി മീർ എന്നാണ്. മീർ തഖി മീറും ഉറുദുവിലെ അറിയപ്പെട്ടിട്ടുള്ള ഒരു ഗസൽ എഴുതുന്ന ആളാണ്. അടുത്തത് മുഅ്മിൻ ഖാൻ, മുഅ്മിൻ എന്ന് പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഡൽഹിയിൽ ജീവിച്ചിരുന്ന കവികളാണ്. അപ്പോൾ പറയാണ് ഗാലിബ്, മീർ, മുഅ്മിൻ ഇവരൊക്കെ പ്രശസ്തരായിട്ടുള്ള ഗസൽ ഗോ ഷായിർ ഹേ, ഗസൽ ഗോ ഷായിറുകളാണ്. ഗസൽ എഴുതുന്നവർക്കാണ് ഗസൽ ഗോ ഷായിർ, ഗസൽ എഴുതുന്ന ഷായിറുകളായിരുന്നു. ഇത്ര പോയിന്റ് എഴുതി വെച്ചാൽ എന്തായാലും നല്ല മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. നമ്മൾ ഒന്നും കൂടെ ഓടിച്ചു പോവാണ്. ഗസൽ ഉർദു ഷായിരിക്ക് ഖാസ് സിൻഫ് ഹേ, ഗസൽ ഉർദു ഷായിരിക്ക് ആബ്രൂ ഹേ, അഭിമാനമാണ്. ഗസൽ ഇഷ്ക് കി കഹാനി ഹെ, പ്രണയമാണ് ഗസലിന്റെ വിഷയം. ഗസൽ കെ പെഹലെ ഷേർ കോ മത്ലഅ കഹത്തെ ഹെ, ഗസലിന്റെ ആദ്യത്തെ വരിക്ക് എന്ത് പറയും? മത്ലഅ എന്ന് പറയും. ആഖിരി ഷേർ കോ, അവസാനത്തെ വരിക്ക് എന്ത് പറയും? മഖ്തഅ എന്നും പറയും. പെഹലെ ഷേർ കോ മത്ലഅ കഹത്തെ ഹെ, ആഖിരി ഷേർ കോ മഖ്തഅ കഹത്തെ ഹെ. അടുത്ത പോയിന്റ്, ഗസൽ കെ ആഖിരി ഷേർ മേ ഷായിർ കാ നാം ഹോത്തെ ഹെ, ഗസലിന്റെ അവസാനത്തെ വരിയിൽ എന്തുണ്ടാകും? ഷായിറിന്റെ പേരുണ്ടാകും. ഗാലിബ്, മീർ, മുഅ്മിൻ ഇവരൊക്കെ പ്രശസ്തരായിട്ടുള്ള ഗസൽ ഗോ ഷായിറുകളാണ്. 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഗാന്ധിജിയെ പറ്റിയിട്ട് നോട്ട് നമ്മൾ തയ്യാറാക്കി. സവാലാത്ത്, അല്ലേ? ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു. അതുപോലെ ഗസലിനെ കുറിച്ച് നോട്ടും തയ്യാറാക്കി. ആവർത്തിച്ച് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണുന്ന ആവർത്തിച്ച് കാണുന്ന ചോദ്യങ്ങളാണ് ഈ 3 ചോദ്യങ്ങളും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, നമ്മളെല്ലാവരും അറിയാം, അല്ലേ? ഉറുദു ഭാഷ വളരെ ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന ആളുകളാണ് നമ്മൾ, അല്ലേ? ഉറുദു ഭാഷയോടുള്ള ഇഷ്ടം കൊണ്ടാണ് 10ാം ക്ലാസ് കഴിഞ്ഞ് +1 എത്തിയപ്പോഴും നമ്മൾ എന്ത് ചൂസ് ചെയ്തത്? ഉറുദു ഭാഷ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം. അപ്പം ഉറുദു ഭാഷയെക്കുറിച്ച് അറിയാ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നിർബന്ധമല്ലേ? അത് നമ്മളെ ചോദ്യമായിട്ട് വരാറുണ്ട്. ഉറുദു ഭാഷയെക്കുറിച്ച് നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചോദ്യം വരാറുണ്ട്. നമുക്ക് റിവിഷൻ ചെയ്യുന്ന സമയത്ത്, ലാസ്റ്റ് സമയത്ത് നമുക്കതൊക്കെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യും. എന്താണ് ഉറുദു ഭാഷ? ഉറുദു ഭാഷയെക്കുറിച്ചുള്ള നോട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഉറുദു സുബാൻ എന്ന് പറഞ്ഞാൽ എന്താ? സബാൻ, ഭാഷ. ഉറുദു ഭാഷയെക്കുറിച്ചുള്ള ഒരു നോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഉറുദു സബാൻ കാ മായന ക്യാ ഹെ?
മലയാളം അല്ല ഭാഷ, ഹമാര മാതൃ സുബാൻ, നമ്മളെ മാതൃഭാഷയാണ് ഏത്? മലയാളം അല്ലേ? നമ്മളെ ഉറുദു ഭാഷയെ കുറിച്ചിട്ടുള്ള നോട്ടാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ജബാൻ എന്ന് പറഞ്ഞ ഭാഷ, മാതൃ സുബാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃഭാഷ. ഉറുദു സബാൻ എന്ന് പറഞ്ഞാലോ ഉറുദു ഭാഷ. ഉറുദു ഭാഷയെ കുറിച്ചിട്ടുള്ള ഒരു നോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാവരും നോക്കുക. പെഹല പോയിന്റ്, ആദ്യത്തെ പോയിന്റ്, ഉറുദു ഏക് ഖൂബ്സൂറത്ത് സുബാൻ ഹെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റ്. ഉറുദു ഏക് ഖൂബ്സൂറത്ത് സബാൻ ഹെ. ഉറുദു എന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഷയാണ് അല്ലേ? ഉറുദു ഗസൽ ഉണ്ട് അല്ലേ? ഗസൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നസമുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റുബായികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? റുബായി, ഫിറാഖ് ഗോരഖ്പൂരിന്റെ റുബായി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ സാഹിത്യ സൃഷ്ടികൾ കൊണ്ട്, പിന്നെ അഫ്സാനകൾ, നല്ല നല്ല കഥകൾ നമ്മൾ ഉറുദുവിൽ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ നല്ല സാഹിത്യ സൃഷ്ടികൾ വന്നിട്ടുള്ള ഒരു ഭാഷ കൂടിയാണ് ഉറുദു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഉറുദു ഏക് ഖൂബ്സൂറത്ത് സുബാൻ ഹേ. ഉറുദു എന്നുള്ളത് ഒരു മനോഹരമായിട്ടുള്ള ഒരു ഭാഷയാണ്. ഖൂബ്സൂറത്ത് എന്ന് പറഞ്ഞാൽ മനോഹരമായത്, ഖൂബ്സൂറത്ത് സബാൻ ഹെ, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഷയാണ് ഉറുദു എന്നുള്ളത്. ഒന്നാമത്തെ പോയിന്റ്. അഗല പോയിന്റ്, അടുത്ത പോയിന്റ്, ഉറുദു സബാൻ ഹിന്ദുസ്ഥാൻ മേ പൈദാ ഹുയി. ഉറുദു ഭാഷ എവിടെയാണ് ഉണ്ടായത്? ഹിന്ദുസ്ഥാൻ മേ പൈദാ ഹുയെ, ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭാഷയാണ് ഏത്? ഉറുദു. ഉറുദു എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഡൽഹിയിൽ ജനിച്ചിട്ടുള്ള ഒരു ഭാഷയാണ്. അപ്പൊ നമുക്ക് പറയാം ഉറുദു സബാൻ ഹിന്ദുസ്ഥാൻ മേ പൈദാ ഹുയെ. ഉറുദു എവിടെയാണ് ഉണ്ടായത്? ഇന്ത്യയിലാണ് ഉണ്ടായത്. ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള, ഇന്ത്യയിൽ വളർന്നിട്ടുള്ള ഒരു ഭാഷയാണ് ഉറുദു. അപ്പൊ നമ്മൾ പറഞ്ഞു ഉറുദു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഷയാണ്. അഗല പോയിന്റ്, അടുത്ത പോയിന്റ്, ഉറുദു ഹിന്ദുസ്ഥാൻ മേ പൈദാ ഹുയെ. ഉറുദു ഇന്ത്യയിലാണ് ജനിച്ചിട്ടുള്ളത്. നമ്മളെയൊക്കെ പോലെ തന്നെ ഉറുദുവും ജനിച്ചിട്ടുള്ളത് എവിടെയാണ്? ഈ മനോഹരമായിട്ടുള്ള നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയിലാണ് ഉറുദുവും ജനിച്ചിട്ടുള്ളത്. അഗല പോയിന്റ്, അടുത്ത പോയിന്റ്, പെഹലെ ഉറുദു ഹിന്ദുസ്ഥാനി ഖടി ബോലി രേഖ്ത ജൈസെ നാമോं से പഹചാനി ജാതി थी. ഒരു പോയിന്റ് ആണ് പെഹലെ. പെഹലെ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യ കാലഘട്ടത്തിൽ ഉറുദു എന്നുള്ള ഈ ഭാഷ ഹിന്ദുസ്ഥാനി ഖടി ബോലി രേഖ്ത, ഹിന്ദുസ്ഥാനി എന്നുള്ള പേരിലും ഖടി ബോലി എന്നുള്ള പേരിലും രേഖ്ത എന്നുള്ള പേരിലും ജൈസെ നാമോं से ഇങ്ങനെയുള്ള പേരുകളിലൊക്കെ എന്ത് ചെയ്തിരുന്നു? പെഹചാനി ജാതി थी, വിളിക്കപ്പെട്ടിരുന്നു. അപ്പൊ എന്താ പറഞ്ഞത്? ആദ്യ കാലഘട്ടത്തിൽ, കുറെ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ഉറുദു ഭാഷ ഉറുദു എന്നുള്ള പേരിലല്ല അറിയപ്പെട്ടിരുന്നത്. ഹിന്ദുസ്ഥാനി എന്നുള്ള പേരിൽ ഈ ഭാഷയെ കുറെ കാലം വിളിച്ചിരുന്നു. പിന്നെ എന്ത് പേരിലാണ് വിളിച്ചിരുന്നത്? ഖടി ബോലി. ഖടി ബോലി എന്നുള്ള പേരിൽ നമ്മളെ ഭാഷയെ കുറെ കാലം വിളിച്ചുകൊണ്ടിരുന്നിരുന്നു. രേഖ്ത എന്നുള്ള പേരിൽ ഉറുദുവിനെ വിളിച്ചിരുന്നു. പിന്നെ കുറെ കാലഘട്ടത്തിന് ശേഷം ഷാജഹാൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് ഉറുദു എന്നുള്ള പേരിൽ നമ്മളെ ഭാഷയെ വിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അപ്പം അതാണ് ഈ പോയിന്റ്. ആദ്യ കാലങ്ങളിൽ ഉറുദു ഹിന്ദുസ്ഥാനി ഖടി ബോലി രേഖ്ത ജൈസെ നാമോं से പഹചാനി ജാതി थी, ഇങ്ങനെയുള്ള പേരുകളിലൊക്കെ വിളിക്കപ്പെട്ടിരുന്നു. अगला पॉइंट, असल में उर्दू एक मखलूती जुबान है. मखलूती जुबान है. असल में, യഥാർത്ഥത്തിൽ ഉറുദു എന്നുള്ളത് എന്താണ്? ഏക് മഖ്ലൂത്തി സുബാൻ ഹെ. മഖ്ലൂത്തി സുബാൻ കാ മാന ക്യാ ഹെ? മീൽജൂൽ സുബാൻ, കൂടിച്ചേർന്നിട്ടുള്ള ഒരു ഭാഷയായിരുന്നു. കുറെ ഭാഷകൾ നമ്മൾ ഉറുദു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതിൽ അറബി ഉണ്ടായിരിക്കും, അറബി വേർഡുകൾ ഉണ്ടായിരിക്കും, സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ട വേർഡുകൾ ഉണ്ടായിരിക്കും. അതുപോലെ ഫാർസി, പേർഷ്യൻ ലാംഗ്വേജ് വേർഡ്സ് നമുക്ക് എന്തിൽ കാണാൻ പറ്റും? ഉറുദുവിൽ കാണാൻ പറ്റും. ഇങ്ങനെയുള്ള കുറേ ഭാഷകൾ കൂടിച്ചേർന്നിട്ടുണ്ടായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഭാഷയാണ് ഉറുദു. അപ്പം പറയാണ് യഥാർത്ഥത്തിൽ ഉറുദു എന്നുള്ളത് ഒരു മഖ്ലൂത്തി സുബാനാണ്, ഒരു കൂടിച്ചേർന്നിട്ടുള്ള ഒരു ഭാഷയാണെന്ത്? ഉറുദു എന്നുള്ളത്. അഗല പോയിന്റ്, അടുത്ത പോയിന്റ്, ഷിർ വ ഷായിരി की वजह से आज उर्दू की मकबूलियत बढ़ गया. ഷിർ വ ഷായിരി की वजह से. ഷിർ വ ഷായിരി എന്ന് പറഞ്ഞാൽ എന്താണ്? കവിത അല്ലെങ്കിൽ കാവ്യശാഖ കാരണം ഇന്ന് ഉറുദുവിന്റെ മക്ബൂല്, സ്വീകാര്യത. മക്ബൂൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? മക്ബൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകാര്യത. ഉറുദുവിന്റെ മക്ബൂൽ, ഉറുദു കി മക്ബൂൽ ബഡ് ഗയ, വളരെയധികം വളർന്നു. അപ്പൊ ഷിർ വ ഷായിരി, കവിതകൾ കാരണം ഉറുദുവിന്റെ മക്ബൂലിയത്ത്, സ്വീകാര്യത ഇന്ന് വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട്? വർദ്ധിച്ചിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം ഗസലിനെ പോലെയുള്ള സാഹിത്യ ശാഖകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഉറുദു പഠിക്കുന്ന നമ്മൾക്ക് മാത്രമൊന്നുമല്ല, എല്ലാ ആളുകൾക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള
പിന്നെ കാവ്യശാഖയാണ് ഗസലൊക്കെ. അപ്പൊ അതാണ് പറയുന്നത് ഷിർ വ ഷാഇരിക്ക് വജഹ് സെ. ഇനി ഷിർ വ ഷാഇരി എന്നുള്ളതിന് പകരം ഗസൽ എന്ന് എഴുതിയാലും മതി. ഗസൽ കി വജഹ് സെ, ഗസൽ കാരണമായിക്കൊണ്ട് ഉറുദുവിന്റെ മക്ബൂലിയത്ത് നിന്ന് വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട്, ഉയർന്നിട്ടുണ്ട്. അടുത്ത പോയിന്റ്, ആജ് ദുനിയാ ഭർ മേ ഉറുദു ഓർ ഉറുദു ഷാഇരി ചാഹ്നെ വാലെ ബഹുത് ഹെ. ആജ് ദുനിയാ ഭർ മേ ഇന്ന് ലോകമാകെ, ദുനിയ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒരു പദമാണ് അല്ലെ, ദുനിയാവ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകം. നമ്മുടെ ഈ ലോകം മുഴുവൻ ഇന്നെന്താണ്? ഉറുദുവിനെയും ഉറുദു ഷാഇരിയെയും ഉറുദു കവിതയെയും ചാഹിനെ വാലേഹെ ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇന്ന് ലോകത്തുള്ള എല്ലാ ആളുകളും. അപ്പം ഇങ്ങനെ നമുക്ക് മനോഹരമായിട്ട് ഉറുദു ഭാഷയെക്കുറിച്ചിട്ടൊരു നോട്ട് തയ്യാറാക്കാൻ പറ്റും. എഴുതി തന്നെ പഠിക്കങ്ങൾ കറക്റ്റായിട്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുമ്പോൾ ആശങ്കയില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത നോട്ട്സിലേക്ക് പോകാം. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എന്താണെങ്കിലും ക്വസ്റ്റ്യൻസിൽ വരുന്ന ഒരു ചോദ്യമാണ്. കത്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അല്ലേ, നമ്മളൊരു കത്ത് പഠിച്ചതാണ്. നമ്മൾ മഹാത്മാഗാന്ധിജി സെഹ്റ എന്ന് പറഞ്ഞ ബാലികക്ക് ഉറുദുവിൽ എഴുതിയിട്ടുള്ള കത്ത് നമ്മൾ നമ്മുടെ ബുക്കിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ട് നമ്മൾ പഠിച്ചതാ. അപ്പോൾ എന്താണെങ്കിലും കത്ത് എഴുതാൻ വേണ്ടിയിട്ട് സാധാരണ ചോദിക്കാറുണ്ട്. സാധാരണ വരാറുള്ളത് നിങ്ങളുടെ കൂട്ടുകാരന് ഒരു കത്ത് എഴുതുന്നതായിട്ട് എഴുതാൻ പറയാറുണ്ട്. എക്സാമിൽ വിജയിച്ച സമയത്ത് നിങ്ങളുടെ കൂട്ടുകാരൻ എഴുതുന്ന കത്ത് എന്ത് ചെയ്യുക, വളരെ ചുരുങ്ങിയ രീതിയിൽ എഴുതുക എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് എഴുതി വെക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് നോക്കാം കത്ത് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന്. ഹത്ത് എന്ന് പറഞ്ഞാൽ കത്ത്. ഇങ്ങനെ വേർഡ്സ് എന്താണെങ്കിലും ഓർമ്മിച്ച് വെക്കണം. കാരണം ഹത്ത് എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഇത് കത്ത് എഴുതാനാണ് എന്നുള്ളത്. മനസ്സിലാക്കുക. കത്ത് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വലതു ഭാഗത്ത് എന്ത് ചെയ്യണം, നമ്മുടെ സ്ഥലവും ഡേറ്റും എഴുതണം. അത് ഏത് ഭാഷയിൽ കത്ത് എഴുതാണെങ്കിലും എഴുതണ്ടേ നമ്മളെ സ്ഥലം. ഇവിടെ കാലിക്കറ്റ് എന്നാണ് എഴുതിയിട്ടുള്ളത്, കാലിക്കറ്റ്. അതുപോലെ ഡേറ്റും എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഡേറ്റും സ്ഥലവും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എഴുതി വെക്കുക. പിന്നെയാണ് നമ്മൾ എഴുതി തുടങ്ങേണ്ടത്. ഇതൊരു സുഹൃത്തിന് എഴുതുന്ന കത്താണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. സുഹൃത്തിന് എഴുതുന്ന കത്താണ് അധികവും ചോദിക്കാറുള്ളത്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇത് തന്നെ നിങ്ങൾക്ക് എഴുതി വെക്കാം. അല്ല എന്നുണ്ടെങ്കിലും ഇതിൻ്റെ കുറേ കാര്യങ്ങൾ, ഔപചാരികമായിട്ട് നമ്മൾ തുടങ്ങുന്ന സംഗതികൾ, അതുപോലെ അഭിസംബോധനം ചെയ്യുന്നത്, നിർത്തുന്നത്, ഇതൊക്കെ എല്ലാ കത്തിലും എന്തായിരിക്കും, ഒരുപോലെ ആയിരിക്കും. അപ്പം ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കത്ത് എഴുതുന്നതിന് വളരെയധികം ഉപകാരപ്പെടും. ആദ്യം നമ്മൾ എന്താ ചെയ്യുക, ഒരു കത്ത് എഴുതുമ്പം ഡേറ്റും സ്ഥലവും എഴുതി കഴിഞ്ഞാൽ നമ്മൾ അഭിസംബോധനം ചെയ്യും അല്ലേ, വിളിക്കും. എങ്ങനെ വിളിക്കുക? പ്യാരേ ദോസ്ത് സലീം. കൂട്ടുകാരൻ എഴുതുമ്പോൾ വിളിക്കുക എൻ്റെ പ്രിയപ്പെട്ട ദോസ്ത്, പ്യാരേ ദോസ്ത്, പ്രിയപ്പെട്ട സുഹൃത്ത് സലീമിന്. ഇനി സുഹൃത്തിനല്ല എന്നുണ്ടെങ്കിൽ ഈ ദോസ്ത് മാറ്റിക്കൊടുത്താൽ മതി, പ്യാരേ സലീം. നമ്മൾ ചിലപ്പം ഉസ്താദിനാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ മേരെ പ്യാരേ ഉസ്താദ് അല്ലേ, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് എന്ന് എഴുതാം. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സുഖവിവരങ്ങൾ അന്വേഷിക്കും. എങ്ങനെ ചോദിക്കുക? ആപ്പ് കേസേ ഹേ. നമ്മൾ സാധാരണ ഉറുദുവിൽ ചോദിക്കുന്ന ചോദ്യമാണ്, ആപ്പ് കേസേ ഹേ, താങ്കൾക്ക് എങ്ങനെയുണ്ട്, സുഖമാണോ? ഖുദാ കി മെഹർബാനി സെ ഹം സബ് യഹാ ഖുശി ഹേ. നമ്മൾ പറയൂലേ, ദൈവത്തിന്റെ സഹായം കൊണ്ട്. ഖുദാ കി മെഹർബാനി സെ, മെഹർബാനി സെ എന്ന് പറഞ്ഞാൽ എന്താ, ദൈവം സഹായിച്ച്, ഹം സബ് ഞങ്ങൾക്ക് എല്ലാവർക്കും, യഹാം ഖുശി ഹേ ഇവിടെ വളരെയധികം എന്താണ്, സുഖമാണ്. അപ്പൊ പറയാണ് ദൈവം സഹായിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വളരെയധികം സുഖമാണ്. അടുത്തത് ഉമ്മീദ് ഹേ കെ ആപ്പ് ബി ഖുഷ് ഹോങ്കെ. ഞാൻ വിശ്വസിക്കുന്നു, ഉമ്മീദ് ഹേ വിശ്വസിക്കുന്നു, താങ്കൾക്ക് സുഖമാണെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. താങ്കൾ സന്തോഷത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത പോയിന്റ്, ഇത്രയും കാര്യങ്ങൾ ആർക്കാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റിയിട്ടുള്ള സംഗതികളാണ്. ഔപചാരികമായിട്ട് ഒരാളോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ എഴുതുന്ന സാധനമാണ് എന്ത്, ഈ കാര്യം. നിങ്ങൾക്ക് സുഖമല്ലേ, ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖമാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് സുഖമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതൊക്കെ എല്ലാവരോടും നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ. അപ്പം ഇത് എന്ത് കത്ത് വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റാണ് ഈ കാണുന്നത്. ഇനി നമ്മളൊരു സുഹൃത്തിനോട് പറയുമ്പോൾ നമ്മൾ പറയൂലേ, സുഹൃത്തിനാണ് ഇവിടെ എഴുതുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ചോദിക്കുകയാണ്, ആജ് മുജെ ഹമാര ബച്പൻ യാദ് ആയ. ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടന്നു. ഇന്ന് എനിക്ക് എന്ത് ചെയ്തു, ആജ് മുജെ, ഇന്ന് എനിക്ക് ഹമാര ബച്പൻ യാദ് ആയ,
ബച്പൻ എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടിക്കാലം അല്ലേ? നമ്മുടെ കുട്ടിക്കാലം എന്ത് ചെയ്തു? ഓർമ്മ വന്നു. ഇന്ന് എനിക്ക് നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വന്നു. നമുക്കെല്ലാവർക്കും കുട്ടിക്കാലം ഉണ്ടാവും, ചെറിയ ഒരു കാലം ഉണ്ടാവും, കളിച്ച് നടന്നിരുന്ന ഒരു കാലം. അപ്പം ദോസ്തിന്, കൂട്ടുകാരന് കത്തെഴുതുമ്പോൾ നമ്മൾ പറയും, ഇന്ന് എനിക്ക് എന്ത് ചെയ്തു? നമ്മൾ ആ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വന്നു. വോ ജമാന ബഹുത് ഖൂബ്സൂറത്ത് ഥാ. ആ കാലഘട്ടം വളരെയധികം മനോഹരമായിരുന്നു അല്ലേ? എന്ത് മനോഹരമായിരുന്നു. ഹം ഏക് സാത്ത് പഠിത്തേ തേ. നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത്. പിന്നെ ഏക് സാത്ത് ഖേൽത്തേ തേ. ഖേൽന എന്ന് പറഞ്ഞാൽ എന്താ? ഖേൽന, കളിക്കുക. അപ്പോൾ നമ്മൾ ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത്. ഏക് സാത്ത് പഠിത്തേ തേ. നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു എന്ത് ചെയ്തിരുന്നത്? പഠിച്ചിരുന്നത്. അതുപോലെ ഏക് സാത്ത് ഖേൽത്തേ തേ. നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു കളിച്ചിരുന്നത്. ആപ് കി ജുദായി ആജ് മുझे ബേഖറാർ കർ രഹി ഹെ. പറയാണ് നിന്റെ വേർപാട്. ആപ് കി ജുദായി, ജുദായി, ജുദായി എന്ന് പറഞ്ഞാൽ എന്താണ്? വേർപാട്. നിന്റെ വേർപാട് എന്താണ്? വേർപാട്. നിന്റെ വേർപാട് ആജ് മുझे ബേഖറാർ കർ രഹി ഹെ. ഇന്ന് എന്നെ വളരെയധികം ദുഃഖപ്പെടുത്തുന്നുണ്ട്. എന്ത്? നിന്റെ ജുദായി, നിന്റെ വേർപാട്. പിന്നെ പറയാണ് ആപ് സേ മിൽനെ കാ ബഹുത് ഖ്വായിഷ് ഹെ. ഖ്വായിഷ് ഹെ ഇതെല്ലാവരോടും ചോദിക്കാൻ പറ്റിയതാണ്. ആപ് സേ മിൽനെ കാ ബഹുത് ഖ്വായിഷ് ഹെ. നിന്നെ കിട്ടാൻ വേണ്ടിയിട്ട്, നിന്നെ കാണാൻ വേണ്ടിയിട്ട് ബഹുത് ഖ്വായിഷ് ഹെ. വളരെയധികം എന്തുണ്ട്? ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. നമുക്കൊരാളോട് പറയാലേ, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല പൂതി ഉണ്ട് എന്ന് നമ്മൾ പറയൂലേ? ഫോൺ വിളിക്കുമ്പോഴൊക്കെ, ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ പറയും, നമ്മൾ കൂട്ടുകാരനൊക്കെ ഫോൺ വിളിക്കുമ്പോൾ പറയും കാണാൻ വേണ്ടിയിട്ട് നല്ല ആഗ്രഹം ഉണ്ട് എന്ന് പറയും അല്ലേ? അതുപോലെ തന്നെ ആപ് സേ മിൽനെ കാ ബഹുത് ഖ്വായിഷ് ഹെ. നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്, നിന്നെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തുണ്ട്? നല്ല ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാ ഹം ജൽദി മിലേങ്കി. എന്നിട്ട് പറയാണ് ഇൻഷാ അല്ലാ, ദൈവം സഹായിച്ച് ഹം ജൽദി മിലേങ്കി. നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ജൽദി. ജൽദി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ. നമ്മൾ പറയും ജൽദി ആവോ, വേഗം വരൂ. നടക്കുമ്പോഴൊക്കെ നമ്മളെ കൂടെ നടക്കുന്ന ആളുകളോട് നമ്മൾ പറയും ജൽദി ആയിയേ, വേഗം വാ എന്ന് പറയും അല്ലേ? അപ്പോൾ പറയാണ് നമുക്ക് എന്ത് ചെയ്യും? ഇൻഷാ അല്ലാ, ദൈവം സഹായിച്ചിട്ട് ഹം ജൽദി മിലേങ്കി, നമുക്ക് എന്ത് ചെയ്യും? തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. ആപ് കെ ലിയെ ബഹുത് ദുആ. നിർത്തുമ്പം പറയും ആപ് കെ ലിയെ ബഹുത് ദുആ. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? നിനക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയോടെ. നമ്മൾ അങ്ങനെയാണ് ഒരു കത്ത് നിർത്തുക. നിനക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോടെ ആപ് കാ പ്യാരാ ദോസ്ത്, നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ഇത്ര എഴുതി കഴിഞ്ഞാൽ എന്തായി? ഒരു കത്തായി. കത്തിന്റെ രൂപം മനസ്സിലായല്ലോ? ആദ്യം സ്ഥലം എഴുതണം, ഡേറ്റ് എഴുതണം, അഭിസംബോധനം ചെയ്യണം. അഭിസംബോധനം ചെയ്യുമ്പോൾ പ്യാരെ എന്ന് കൂട്ടിയിട്ട് ആർക്കാണോ കത്ത് എഴുതുന്നത് അവരുടെ പേര് എഴുതുക. പിന്നെന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കും. ആപ്പ് കേസേ ഹേ, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഖുദാ കി മെഹർബാനി സെ ഹം സബ് യഹാം ഖുശി ഹേ, ഞങ്ങളെല്ലാവരും ഇവിടെ സന്തോഷത്തിലാണ്, നിങ്ങൾ സന്തോഷത്തിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമ്മളെല്ലാം ആരോടാണെങ്കിലും ഈ കാര്യങ്ങൾ നമ്മൾ ചോദിക്കും. അവസാനം നിർത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നല്ല ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും നമ്മൾ പെട്ടെന്ന് തന്നെ കാണും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയോടെ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ആർക്കാണോ എഴുതുന്നത് അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്ക് കത്ത് അവസാനിപ്പിക്കാം. ഇത്രയും എഴുതി കഴിഞ്ഞാൽ കത്ത് എഴുതുന്നതിനുള്ള 5 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ 5 മാർക്കിനും 4 മാർക്കിനും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഈ കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ആവർത്തിച്ച് ചോദിക്കുന്ന 2 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്ന് എന്ത് ചെയ്തിട്ടുള്ളൂ? ചർച്ച ചെയ്തിട്ടുള്ളൂ. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. PDF നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് തന്നെ കിട്ടും. അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. കൂടാതെ എഴുതി തന്നെ പഠിക്കുക. കറക്റ്റായിട്ട് പഠിച്ചിട്ട് നല്ല വിജയത്തോട് കൂടിയിട്ട് ഇപ്രാവശ്യത്തെ ഉറുദു നമ്മൾ പാസ്സാവണം. മറ്റുള്ള ഭാഷകൾ അല്ലെങ്കിൽ മറ്റുള്ള സബ്ജക്ട്സിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതിൻ്റെ ചെറിയ ഒരു ഭാഗം ഉറുദുവിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല സ്കോർ വാങ്ങാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് ഉറുദു. എല്ലാവരും നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഖുദാ ഹാഫിസ്.